ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം അതിന് നല്ല ഒരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ അന്ന് നമ്മൾ ഓട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു നമ്മളന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഓട്ടോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇപ്പം ന്യൂട്രലിലാണ് കിടക്കുന്നത്. ന്യൂട്രൽ കിടക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രലിലാണെങ്കിൽ ഒരു കാരണവശാലും വണ്ടി മുന്നോട്ട് ചാടത്തില്ല, വണ്ടി സ്റ്റാർട്ടായി നിൽക്കും. നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പം വണ്ടി ഇട്ടേക്കുന്നത് ന്യൂട്രൽ ഗിയറിലാണ്. ന്യൂട്രൽ ഗിയർ ഇട്ടുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മുന്നോട്ട് പോകത്തില്ല. ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ വണ്ടി ചാടി നിൽക്കും, ചിലപ്പോൾ അത് സ്റ്റാർട്ടായെന്നും വരും. നമുക്കിപ്പം ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പം കിടക്കുന്നത് ന്യൂട്രലാണ്. അപ്പം നമുക്ക് ഈ ഓട്ടോയ്ക്ക് 3 കേബിളുണ്ട്. 3 കേബിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റിവേഴ്സ് കേബിളാണ്. ആൽഫ വണ്ടിയുടെ അല്ലേ, ആപ്പയല്ല, ആൽഫ വണ്ടിയുടെയാണ്. ഇത് റിവേഴ്സാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതാണ്. ഇതെന്ന് പറയുന്നത് ഡീകംപ്രഷൻ. ഇതേ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകാതിരിക്കാനുള്ള കേബിളാണിത്. നമുക്ക് ഇപ്പം ന്യൂട്രൽ വണ്ടി ഇട്ടേക്കുവാണ്. നമുക്ക് വണ്ടി ഒന്ന് പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിത് ഡീകംപ്രഷൻ ഇങ്ങനെ വലിച്ചു. നമ്മുടെ ഇതിപ്പം താക്കോൽ ഇപ്പോൾ ഓഫാണ്. ഇതിനി ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഇവിടെ തെളിഞ്ഞു വരും. എന്നിട്ട് പതുക്കെ ഇത് പിടിച്ചോണ്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഡീകംപ്രഷൻ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. ഈ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മിനിറ്റ് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടായി കിടക്കും. എന്നിട്ടേ നമ്മൾ ഫസ്റ്റ് ഇടാവുള്ളൂ, ഫസ്റ്റ് ഇട്ട് വണ്ടി എടുക്കാവുള്ളൂ. നമ്മൾ വലിയ ഡ്രൈവറൊന്നുമല്ല, എങ്കിലും നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മളോട് അറിയാവുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഇതിലൂടെ പറയുന്നത് നമ്മൾ കേട്ടോ. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ആ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ എഞ്ചിനിലൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ അതിനുവേണ്ടിയാണ് 1 മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണമെന്ന് പറയുന്നത്. എന്നിട്ട് മാത്രമേ നമുക്ക് ഫസ്റ്റ് ഇട്ട് വണ്ടി എടുക്കാവുള്ളൂ. ഇത് ഇതേ പിടിച്ച് കഴിഞ്ഞ് ഇത് വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചു, നമ്മുടെ സ്റ്റോപ്പറെ പിടിച്ച് ഇതിങ്ങനെ വിടുക. അപ്പം നമ്മുടെ വണ്ടി സ്റ്റോപ്പായി. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടേച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഫസ്റ്റ് ഗിയറിലാണോ ന്യൂട്രലിലാണോ വണ്ടി കിടക്കുന്നതെന്ന് ഒരുമാതിരി ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് അറിയാനൊക്കത്തില്ല. ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ കിടക്കുകയാണ്. വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടുകൊണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ചിലർക്ക് അറിയത്തില്ല ന്യൂട്രലിലാണോ ഫസ്റ്റ് ഗിയറിലാണോ കിടക്കുന്നതെന്ന്. ചില ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ പെട്ടെന്ന് കൊണ്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പം നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഗിയറെ കിടക്കുമ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വണ്ടി ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടുണ്ടോന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ചാടുന്നതാണ്. വീണ്ടും ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ചാടുന്നതാണ്. അപ്പോൾ അത് ന്യൂട്രൽ, ഇനി അടുത്തത് ന്യൂട്രൽ ഇട്ട് കാണിച്ചു തരാം. വണ്ടി ഒരു കാരണവശാലും ന്യൂട്രലാണെങ്കിൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ചാടത്തില്ല. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞത് തന്നെ 1 മിനിറ്റ് വണ്ടി ഒന്ന് റണ്ണിങ് കണ്ടീഷനിലായതിനു ശേഷം മാത്രമേ വണ്ടി കയറിയിടാവൂ. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒന്ന് ഓടിച്ച് നോക്കാം. അതാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറുകൾ ഫോർത്ത് ഗിയറുകൾ ഇടുന്ന ഒന്ന് കാണിച്ചു തരാം. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 10 സെക്കൻഡ് വണ്ടി ഒന്ന് നന്നായിട്ട് റണ്ണിങ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം. ഇത് കേട്ടോ, ഫസ്റ്റ് ഗിയർ ഇടാൻ പോവാണ്. ഫസ്റ്റ് ഗിയർ നമ്മൾ ഇട്ടു കണ്ടോ. ശേഷം ചില പാടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിലും ഒക്കെ പോവാം. ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമ്മുടെ വരെ വന്ന് നമ്മൾ തിരിക്കുവാണ്. ഇനി പുറകോട്ട് റിവേഴ്സ് ചെയ്യുക.
ഗിയറിലിട്ട് തിരിച്ചു പോകും. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, വീണ്ടും നമ്മൾ ന്യൂട്രൽ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ റിവേഴ്സ് ഇടാവുള്ളൂ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകും. ഫസ്റ്റ് നമ്മളിട്ടു, വീണ്ടും നമ്മൾ ഫസ്റ്റ് നിന്ന് സെക്കൻഡിലേക്ക് വന്നു. നമ്മൾ റോഡിലാണെങ്കിൽ നേരെ അങ്ങ് പോയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് വരെ ഇട്ട് അങ്ങ് പോകും. ഇപ്പോൾ നമ്മൾ സെക്കൻഡിലാണ് പോകുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ ന്യൂട്രലാക്കി സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറയാത്ത ഒരു കാര്യം ഇപ്പോൾ പറയാൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു മെക്കാനിക്ക്, നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയായ ഒരു മെക്കാനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം, അതിനകത്ത് മെയിൻ കാര്യം താൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. എന്നാ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോൾ, ഇന്ന പോലെ നമ്മൾ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഈ എഞ്ചിൻ്റെ ബോഡിയിൽ ഒരു നമ്പറുണ്ട്, ചേസ് നമ്പർ. ഈ ചേസ് നമ്പരും നമ്മുടെ ബുക്കിൻ്റെ പേപ്പറിലുള്ള നമ്പരും സെയിം ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കണം. അതൊരു മെയിൻ കാര്യമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇത് പറയണം, അത് പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് അതൊരു ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചേസ് നമ്പരും നമ്മുടെ ബുക്കിലുള്ള നമ്പരും ബുക്ക് നമ്പരും ഒരുപോലാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയോ ഒന്നും നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിർത്തരുത്. എന്നാന്ന് പറഞ്ഞാൽ വണ്ടി ഗിയറിലാണെങ്കിൽ വണ്ടി ചാടും. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. അപ്പം നമ്മുടെ ഈ ചെറിയ അറിവുകൾ, അറിയാവുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.